കഥകളുടെ ലോകമായ ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരോടും ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കഥ തുടർന്നാലോ? രാവിലെ 5 മണി. ഇന്നലെ ഒരുപാട് വൈകിയാണ് വാമി തൻ്റെ റൂമിലെത്തിയത്. ഏതാണ്ട് രാത്രി 10 മണി കഴിഞ്ഞു. വന്നു കഴിഞ്ഞവൾ ഫ്ലാറ്റ് മുഴുവൻ വൃത്തിയാക്കി. ഓട്സ് മാത്രം കഴിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു മണിയോട് കൂടിയാണ് അവൾ ഉറങ്ങിയത്. അതിനാൽ തന്നെ ഉറങ്ങിയതും അവൾ അറിഞ്ഞില്ല, രാവിലെ ആയതും അവൾ അറിഞ്ഞില്ല. ഒരുപാട് ലേറ്റ് ആയാണ് അവൾ എഴുന്നേറ്റത്. മാത്രമല്ല ഓഫീസിൽ പോകാനും ലേറ്റായി. ഓഫീസിൽ ചെന്നപ്പോഴോ ലീവ് എടുത്തതിൻ്റെ പരാതി തീർക്കാൻ എന്ന പോലെ ഒരുപാട് ഫയൽ ഉണ്ടായിരുന്നു. വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള തിരക്കിൽ വാമി ആദ്യം കണ്ടു എങ്കിലും അവൾ ചെറിയൊരു പുഞ്ചിരി നൽകി അവനെ ഒഴിവാക്കി. ഇനി ഇവരുടെ ജോബിനെ പറ്റി പറയാം. ബിസിനസ് കൺസൾട്ടിംഗ് ആണ് ജോബ്. വലിയ ബിസിനസ് മേഖലയിൽ നഷ്ടം വരുമ്പോൾ ആ കമ്പനിയുടെ നഷ്ടം നികത്തി അതിനെ ലാഭത്തിലെത്തിക്കാൻ ഇവരുടെ കമ്പനിയെ സമീപിക്കാം. അതിൻ്റെ ടീം ലീഡറാണ് ആദി. ഇന്ത്യയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന കമ്പനി തന്നെയാണ് ഇവരുടേത്. ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം. അങ്ങനെ വൈകിട്ട് ശരിക്കും ടയർഡായിട്ടാണ് വാമി ഫ്ലാറ്റിലെത്തിയത്. ചെന്നപ്പോൾ തന്നെ അവളുടെ അടുത്തുള്ള കുഞ്ഞുവാവ അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾക്കുള്ള ചോക്ലേറ്റ് എല്ലാം കൊടുത്ത് വാമി അകത്തേക്ക് കയറി. തലേ ദിവസം ഉറക്കക്ഷീണം എല്ലാം കൊണ്ട് ചെന്നതേ അവൾ സോഫയിലേക്ക് വീണത് മാത്രമേ വാമിക്ക് ഓർമ്മയുള്ളൂ. സമയം എത്ര കടന്നുപോയി എന്നൊന്നും അവൾക്കറിയില്ല. നല്ല മയക്കത്തിലായിരുന്നു വാമി. അങ്ങനെ ആ മയക്കത്തിൽ നിന്ന് അവൾ എഴുന്നേറ്റത് റൂമിൽ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നത് കേട്ടാണ്. മുഷിലോടെ തന്നെയായിരുന്നു അവൾ എഴുന്നേറ്റത്. കണ്ണു തുറന്ന് അവൾ ഞെട്ടലോടെ നോക്കുമ്പോൾ റൂമിൽ നല്ല ഇരുട്ട്. അവൾ ഞെട്ടലോടെ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു. 8 മണിയായിരിക്കുന്നു. അവൾ വേഗം എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. എന്നിട്ട് ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന വാമി സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ബാഗും എല്ലാമായി ഋഷി മുന്നിൽ നിൽക്കുന്നത് അവൾ അത്ഭുതത്തോടെ തന്നെ നോക്കി നിന്നു. കാരണം അവൻ പറഞ്ഞിരുന്നത് 2 ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്നാണ്. അതിനാൽ തന്നെ അവൾ അവനെ അവിടെ പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല. അതിനാൽ കുറച്ച് നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഇതേ സമയം ഋഷിയും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം ഒറ്റ നോട്ടത്തിൽ ഓഫീസിൽ നിന്ന് വന്ന അതേ കോലത്തിൽ തന്നെയാണ് അവൾ നിൽക്കുന്നത്. ഒന്ന് ഫ്രഷ് ആയിട്ടില്ല എന്ന് മനസ്സിലാകും. മാത്രമല്ല നല്ല ക്ഷീണവും അവളുടെ മുഖത്തുണ്ട്. തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വാമിയോട് എന്തു പറയണമെന്ന് ശരിക്കും പറഞ്ഞ ഋഷിക്ക് അറിയില്ലായിരുന്നു. കാരണം അവൻ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിലും അവളാണെങ്കിലോ അവനെ നോക്കി കണ്ണും തള്ളി നിൽക്കുകയാണ്. അവസാനം അവൻ തന്നെ ചോദിച്ചു, ഞാൻ അകത്തേക്ക് കയറട്ടെ? അപ്പോഴാണ് വാമിയും അതോർത്തത്. അയ്യോ സോറി ഏട്ടാ, വാ. അവൾ വാതിലിൻ്റെ അടുത്ത് നിന്ന് മാറിയതും അവൻ അകത്തേക്ക് കയറാൻ വേണ്ടി ഋഷി തൻ്റെ സാധനങ്ങൾ എടുക്കുന്നത് കണ്ട വാമി അവനെ അവൻ്റെ സാധനങ്ങൾ എടുക്കാൻ സഹായിച്ചു. കയറുന്നതിനൊപ്പം തന്നെ അവൾ ചോദിച്ചു, ഏട്ടൻ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല, അതായിരുന്നു. അവൾ തൻ്റെ ഭാഗം പറഞ്ഞു. അത് കേട്ട് ഋഷി, അത് കുഴപ്പമില്ല, എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, പിന്നെ തീർന്നപ്പോൾ ഇങ്ങ് പോരാ എന്നോർത്തു പറഞ്ഞുകൊണ്ട് ബാഗുമായി അവൻ ഹാളിൽ വന്നു നിന്നു. ചുറ്റും നോക്കി. എല്ലാം നല്ല വൃത്തിയാക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മമ്മ എന്തിനു വേണ്ടിയാണ് തങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചത് എന്നവൻ ഇപ്പോഴും അറിയില്ല. കാരണം ഇത് അവരുടെ വിവാഹത്തിന് മുമ്പ് വാങ്ങിയതാണ്. മാത്രമല്ല ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ അവൻ അവിടെ അത്ര പരിചിതമല്ല. എന്തൊക്കെയോ ആലോചിച്ച് ഋഷി ബാഗുമായി നിൽക്കുന്ന കണ്ട വാമി പെട്ടെന്ന്, ഋഷി ഏട്ടാ, അതാട്ടോ ഏട്ടൻ്റെ റൂം. അവളൊരു റൂം ചൂണ്ടിക്കാട്ടി കാണിച്ചു. വാമി പറയുന്നത് കേട്ട ഋഷി അവൾ ചൂണ്ടിക്കാണിച്ച റൂമിലേക്ക് അവൻ തൻ്റെ ബാഗുമായി കയറിപ്പോയി. വാമിയാണെങ്കിലോ ആകെ വെപ്രാളത്തിൽ അവൻ പോയ വഴിയെ നോക്കി നിന്നു. അവൻ നാളെ വരുമെന്ന് പ്രതീക്ഷിച്ചതിനാൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളും മറ്റും മേടിച്ചു വെച്ചിട്ട് ഉണ്ടായിരുന്നില്ല. വാമി മാത്രമേ ഉള്ളതിനാൽ തന്നെ അവൾ അതുപോലെ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നതുമില്ലായിരുന്നു. അതിനനുസരിച്ചുള്ള സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളതാണെങ്കിലോ ഓട്സ് മാത്രം. താൻ ഇനി എന്താണ് അവന് കൊടുക്കാൻ പറ്റുന്നത് എന്നോർത്ത് നിൽക്കുമ്പോഴാണ് അവൻ സാധനങ്ങളെല്ലാം വെച്ചിട്ട് പുറത്തേക്ക് വരുന്നത്.
ഋഷി വരുമ്പോഴും പുള്ളിക്കാരി ഭയങ്കര ആലോചനയിലാണ്. അത് കണ്ട ഋഷി ചോദിച്ചു, വാട്ട് ഹാപ്പൻ, എനിത്തിങ് റോങ്? ഋഷിയുടെ വാക്കുകളാണ് അവളെ ഓർമ്മയിൽ നിന്നും പുറത്തു വന്നത്. അതേട്ടാ, ഏട്ടൻ വല്ലതും കഴിച്ചോ? അവൻ ചോദിച്ചതിനല്ല അവൾ മറുപടി കൊടുക്കുന്നതെന്ന് മനസ്സിലായ ഋഷി സംശയത്തോടെ ചോദിച്ചു, ഇല്ല. എന്തു പറ്റി? അയ്യോ ഏട്ടാ, ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല, അതാ. അവൾ വിഷമത്തോടെ പറഞ്ഞു. അതെന്താ, നിനക്ക് കഴിക്കാൻ ഒന്നുമില്ല ഇവിടെ? അത് ഓട്സ് ഉണ്ട്, മതിയോ? നീ ഓട്സ് ആണോ ഡെയിലി കഴിക്കുന്നത്? അവന് അത്ഭുതം തോന്നി. അതെ. പിന്നെ വെളിയിൽ നിന്നും എന്തെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കും. അതെന്താ ഇവിടെ ഒന്നും വയ്ക്കാത്തത്? ഋഷി അവളോട് പിന്നെയും ചോദിച്ചു. ഞാൻ മാത്രമല്ല ഏട്ടാ ഇവിടെ ഒന്നും, അതുകൊണ്ട് കുക്കിംഗ് ചെയ്യാൻ മടിയാണ്. ഋഷി അവൾ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടു. കാരണം അവൻ്റെ ഉള്ളിൽ അവൾ പഴയ വാമിയായി മാറിയിരുന്നു, അവൻ്റെ പ്രിയപ്പെട്ട വാമി. സാരമില്ല, ഇന്ന് ഫുഡ് ഓർഡർ ചെയ്യാം. നാളെ ഞാൻ ഓഫീസിൽ പോയി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി സാധനങ്ങൾ വാങ്ങാം. ഋഷി പറയുന്നത് കേട്ട് വിശ്വസിക്കാനാകാതെ വാമി അവനോട് ചോദിച്ചു, ഓഫീസിൽ പോകാനോ? ഏട്ടൻ ഇവിടെയാണോ ജോലി? അതിന് സൗമ്യമായി തന്നെ ഋഷി മറുപടി നൽകി. 2 വർഷമായി ഞാൻ നിനക്ക് അടുത്ത് തന്നെയുണ്ട്, നീ കാണുന്നില്ല എന്നു മാത്രം. ഏട്ടാ, അവളുടെ വാക്കുകളിൽ അത്ഭുതം നിറഞ്ഞു. നിന്റെ ഓഫീസിനടുത്തുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഋഷിയുടെ വെളിപ്പെടുത്തലിൽ വാമി ഞെട്ടിപ്പോയി. ഒപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതുകൊണ്ട് ഋഷിക്കും വിഷമമായി. അതിനാൽ തന്നെ അവളുടെ അടുത്ത് വന്നിട്ട്, വാമി, ഈ കണ്ണുനീർ വേണം. നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എൻ്റെ അവസ്ഥ, അല്ലേ? പിന്നെ നിന്റെ മുന്നിൽ വന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ നിനക്ക് അടുത്തുണ്ടായിരുന്നു, ഒരു നിഴൽ പോലെ. ഇനി ഞാൻ നിന്റെ അടുത്തുണ്ട്, നിന്റെ പഴയ ഋഷിയായി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും ആഗ്രഹിക്കാത്ത നടന്ന കാര്യങ്ങളാണ്. അതെല്ലാം മറന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ മുന്നോട്ട് വരാതിരിക്കാൻ ശ്രമിച്ചൂടെ വാമി? അവൻ്റെ വാക്കുകൾക്ക് പരിഭവത്തോടെ അവനെ ഒന്ന് നോക്കുക മാത്രമേ വാമി ചെയ്തുള്ളൂ. അത് കണ്ട് ചിരിയോടെ ഋഷി അവളോട്, നീ പോയി റെഡി ആയിട്ട് വാ, നമുക്ക് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കാം. എന്താ, ശരിക്കും? അവൾ വിശ്വസിക്കാനാകാത്ത പോലെ അവനോട് ചോദിച്ചു. ശരിക്കും, ചെല. ഋഷിയുടെ വാക്കുകൾ കേട്ട് ചിരിയോടെ അവൾ വേഗം റെഡിയാകാനായി പോയി. 20 മിനിറ്റിനുള്ളിൽ തന്നെ അവർ ഇരുവരും ഒരുമിച്ച് റെഡിയായി ഇറങ്ങി. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം തന്നെ വാമി വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷം. 2 വർഷമായി അവൾക്ക് നഷ്ടപ്പെട്ട സന്തോഷവും ഒറ്റപ്പെടലും എല്ലാം മാറ്റി അവളെ സന്തോഷത്തിലാക്കാൻ ഋഷി ശരിക്കും ശ്രമിച്ചു. പക്ഷെ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഋഷി ചെയ്യുന്നതെന്ന് അവൻ്റെ ഉള്ളിൽ മാത്രം നിന്നു. കാരണം അവൻ്റെ ഉള്ളിൽ ഒരു താലി എന്ന ബന്ധത്തിൽ അവരുടെ സ്നേഹത്തെ ഇല്ലാതാക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. തിരിച്ച് റൂമിൽ വരുമ്പോൾ വാമി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഒപ്പം അവൾ നാളത്തേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനും മറന്നില്ല. എല്ലാം കഴിഞ്ഞ് ഇരുവരും തങ്ങളുടെ റൂമിലേക്ക് കടക്കുമ്പോൾ ചെറു പുഞ്ചിരി കൊണ്ട് അവർ ഗുഡ് നൈറ്റ് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ ആ രാത്രി പിന്നിടുമ്പോൾ അവർ കരുതിയതുപോലെ ആയിരുന്നില്ല വിധി അവർക്ക് വേണ്ടി കാത്തുവെച്ചത്. അതെന്താണ് എന്ന് നമുക്കറിയണ്ടേ? കാത്തിരുന്നാലോ അടുത്ത ഭാഗത്തിനായി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിന്നെയും വീഡിയോ ഇടാനും അതല്ലേ ഒരു രസം. അപ്പോൾ എങ്ങനെ നാളെ അടുത്ത ഭാഗവുമായി വന്നാലോ? തുടരുന്നു.